സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ. നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓഫ് ഹെവന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്കായി ചെയ്തു കൊടുക്കുമെന്നാണ് വചനം പറയുന്നത്. തീർച്ചയായും നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നൽകാൻ നമുക്ക് സാധിക്കട്ടെ. അത്തരത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഹാർട്ട് ഓഫ് ഹെവന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ജ്ഞാനം 6:10 വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എൻ്റെ വചനങ്ങളിൽ നിന്റെ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, അപ്പോൾ നിനക്ക് ജ്ഞാനം ലഭിക്കും. ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയപ്പെടുക എന്നതാണ് പരമപ്രധാനം. വിശുദ്ധിയോടുകൂടി ജീവിക്കുക, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുക. അങ്ങനെ ജീവിതത്തെ കൂടുതൽ കൃപാവരത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന ഈ പരിശുദ്ധ വചനം ഇന്ന് കേട്ട എല്ലാ ജീവിതങ്ങളെയും ചേർത്തുപിടിച്ച് വിശുദ്ധിയിലും കൃപാവരത്തിലും നയിക്കുമാറാകട്ടെ. ആമേൻ. രചയ, നമുക്ക് മനോഹരമായൊരു ദൈവസ്തുതിയോടുകൂടി ആരംഭിച്ചാലോ? തീർച്ചയായും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർസലേം നായകനിൻ തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓർസലേം നായകനിൻ തിരുനാമം പാവനം. ബൈജി, നമ്മളിപ്പോ പാടി ഭയമേതുമില്ല എൻ്റെ ദൈവം എന്നെ പരിപാലിച്ച് നടത്തുന്നു, വഴി നടത്തും. തീർച്ചയായും ഈ ഗാനം പാടുമ്പോഴും അത് കേൾക്കുമ്പോഴും ദൈവത്തിന്റെ വലിയ ശക്തി നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു അഭിഷേകമാണ് ആ ഗാനം കേൾക്കുന്നത്. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന, നയിക്കുന്ന ഒരു കീർത്തനഗാനമാണ് നാം പാടിയത്. ഈ ഗാനം നമ്മുടെ പ്രിയപ്പെട്ട പീറ്റർ ചേരാനല്ലൂരാണ് സംഗീതം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ ഗാനം വളരെ ശക്തമായി അനേക ജീവിതങ്ങളെ സ്വാധീനിച്ച, വഴി നടത്തി. ഇന്നും എന്താ പറയാ, നമ്മൾ ഓരോരുത്തരും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാനം തന്നെ പറയാം അല്ലെ. വളരെ ജീവൻ തുടിക്കുന്ന ഒരു ഗാനമാണ് ഈ ഗാനം. ഉറപ്പായും നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുമാറാകട്ടെ. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ.
നമ്മുടെ ഇന്നത്തെ ഹാർട്ട് ഓഫ് ഹെവനിൽ നമുക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് യുവജനങ്ങൾക്കിടയിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ബ്രദർ റിജി കൊട്ടാരമാണ്. അദ്ദേഹത്തെ ഹാർട്ട് ഓഫ് ഹെവന്റെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ കുറിച്ചൊരു ചെറിയ പ്രൊഫൈൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിന്നെ ഞാൻ ജനതകൾക്ക് പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. ഈ പ്രവചനത്തിന്റെ അഭിഷേകം സ്വീകരിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ കാലഘട്ടത്തിന്റെ പ്രവാചകൻ ബ്രദർ റിജി കൊട്ടാരം. ആയുർവേദ വൈദ്യനായിരുന്ന കൊട്ടാരത്തിൽ ജോർജ് ജോസഫിന്റെയും ലീലാമ ജോർജിന്റെയും 3 മക്കളിൽ ഇളയവനായി 1973 കോട്ടയം ജില്ലയിലെ പുഞ്ചവയലിൽ ജനനം. മുണ്ടക്കയം സെന്റ് ആന്റണീസിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളിയിലെ സെയിന്റ് ഡൊമിനിക് കോളേജിൽ നിന്നും ഇക്കണോമിക്സിൽ ബിരുദം നേടി. തുടർന്ന് മഹാരാഷ്ട്രയിലെ കോലാപൂർ സൈബർ സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നിന്നും MBA കരസ്ഥമാക്കി. ചെറുപ്രായം മുതൽ അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്തിരുന്നു. കൂടാതെ മിഷൻ ലീഗ്, യുവദീപ്തി തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലെ സജീവ പ്രവർത്തകനുമായിരുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന MES കോളേജ് എരുമേലി, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ക്രിസ്തു ജയന്തി കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനം ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ബ്രദർ റിജി കൊട്ടാരത്തിന് ഒരു വ്യക്തിയിലൂടെ ദൈവം നൽകിയ സന്ദേശമായിരുന്നു, ഞാൻ നിന്നെ ജനതകൾക്ക് പ്രവാചകനായി നിയോഗിക്കും. ഇത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹവർഷം തന്റെ മേൽ ചൊരിയുകയും പ്രവചന വരദാനം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ മുഴുവൻ സമയവും ദൈവവേലയ്ക്കായി സമർപ്പിച്ചു. സഭയോട് ചേർന്ന് വിവിധ രൂപതകളിലും വിവിധ മിഷനുകളിലും ഇന്ത്യക്കകത്തും പുറത്തുമായി സുവിശേഷ വേല ചെയ്തു വരുന്നു. ദൈവത്തെ തേടുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കാനും അവർക്കു വേണ്ടി സുവിശേഷ വിരുന്നുകൾ ഒരുക്കാനും ക്രൈസ്റ്റ് കൾച്ചർ എന്ന മിഷൻ സ്ഥാപിച്ചു. ഇപ്പോൾ കുടുംബസമേതം പാലാരൂപതയിലെ കുറുമണ്ണിൽ താമസം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി ലോക സുവിശേഷവൽക്കരണത്തിനായി നിരന്തരം വേല ചെയ്യുന്ന ബ്രദർ റിജി കൊട്ടാരത്തിന് ഗുഡ്നസ് TV ഒരുക്കുന്ന ഹാർട്ട് ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ബ്രദർ റിജി കൊട്ടാരം. Praise the Lord. Praise the Lord. Amen. Hallelujah. Thank you so much. റിജി ബ്രദറിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ചോദിച്ചറിയാനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ ഹാർട്ട് ഓഫ് ഹെവൻ ദൈവത്തിൻ്റെ വലിയ കൃപയാലെ കഴിഞ്ഞ നാളുകളിൽ ഭയങ്കര ഹൃദയസ്പർശിയായി. നമ്മൾ നോർമലി വചനം പ്രഘോഷിക്കുന്നവർ ഈ വചനം മാത്രം കേട്ടു പോകുമ്പോൾ ജീവിതഗന്ധിയും നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ചേർന്ന് പോവുകയും അതിൻ്റെ ഡിറക്ഷനും പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഓരോ ചോദ്യങ്ങളും ഒക്കെ നമുക്ക് പലപ്പോഴും ഇരുത്തി ചിന്തിക്കുന്നതാണ്. ഇരുന്ന് തന്നെ ദൈവത്തിൻ്റെ അല്പം താങ്ക് യു. റിജി ബ്രദറെ, ഒരിക്കൽ കൂടി സ്വാഗതം. ദൈവം അനുഗ്രഹിക്കരുത് കേട്ടോ. ആമേൻ. എത്രയോ വർഷങ്ങൾ കൂടിയാണ് നമ്മൾ ഒന്ന് കാണാൻ സാധിച്ചതും ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്നിരിക്കാൻ സാധിച്ചത്. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് അല്ലേ? പിന്നെ മറ്റ് രാജ്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് സർവീസ് ചെയ്യാൻ പറ്റിയതാ. ഇന്ന് കേരളത്തിൽ കൂടി വന്നാൽ ഒരു 50-60 കിലോമീറ്ററിന് അപ്പുറം പോലും നമ്മൾ എന്താ പറയുക അത്രയും ഗ്യാപ്പില്ല. അതെ. പക്ഷേ ചെയ്തതൊക്കെ പുറത്താണ്, വിദേശ രാജ്യം. പക്ഷെ ഇന്ന് ഗുഡ്നസ്സിൽ ഈ ഹാർട്ട് ഓഫ് ഹെവനിൽ ഇതിനെ ബ്ലെൻഡ് ചെയ്യുമ്പം ഇത് ദൈവത്തിന്റെ പദ്ധതി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരു വൈബ്രേഷൻ നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്, ഒരു ആത്മാവിന്റെ ശക്തിയുടെ ഒഴുക്ക്, പിന്നെ ഹോളി സ്പിരിറ്റിന്റെ ഒരു ഫീലിംഗ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. തീർച്ചയായിട്ടും റിജി ബ്രദറിനെ കുറിച്ച് പറയുമ്പോഴും ഓർക്കുമ്പോഴും നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ് മനസ്സിലേക്ക് കൂടി വരുന്നത്. കാരണം അങ്ങുമായിട്ടുള്ള വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് എസ്പെഷ്യലി അമേരിക്കയിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലേക്ക് വരികയാണ്. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട അനേകരുടെ സാക്ഷ്യങ്ങൾ. അനേകർ എന്നോട് പറയാറുണ്ട്, അയ്യോ റിജി ബ്രദറിനെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ റിജി ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആത്മീയ ആനന്ദം ചില്ലറയല്ല. ഇത് ബ്രദറിനോട് പറഞ്ഞിട്ടുമില്ല കേട്ടോ.
പിന്നെ എങ്ങനെ പോകുന്നു ശുശ്രൂഷകളും കാര്യങ്ങളും? ഇപ്പോഴത്തെ ക്രൈസ്റ്റ് കൾച്ചർ എന്ന ഒരു വലിയ മിഷൻ ബ്രദർ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളൊക്കെ ഇപ്പൊ എങ്ങനെയാണ് പോകുന്നത്? അതിനെ കുറിച്ച് പറയാമോ? ജസ്റ്റ് ഒരു പ്രൊഫൈല് പോലെ പറയുകയാണെങ്കിൽ, ഉം, ഉം. കഴിഞ്ഞ ഫെയ്ത്ത് ഇയർ എന്ന് പറയുന്ന വിശ്വാസ വർഷത്തിലാണ് കാത്തലിക് ചർച്ചിന്റെ നടുവില് യൗവനങ്ങളെ ആസ്പദമാക്കിയ ഒരു മിഷൻ വേണമെന്നുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലായിരുന്നു. ഉം, ഉം. അങ്ങനെ ദൈവം US ബേസ് ചെയ്ത്, ഷിക്കാഗോ രൂപത ബേസ് ചെയ്തിട്ടാണ് ക്രൈസ്റ്റ് കൾച്ചർ എന്നൊരു മിഷൻ കടന്നു വരിക. പിന്നീട് അവിടുന്ന് അതങ്ങോട്ട് UK നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലും, ഉം, ഉം. അവിടുന്ന് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഉം, ഉം. പിന്നീട് കാനഡ, പിന്നെ ഇന്ത്യയിൽ വളരെ ശക്തമായി ഇത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരുവാൻ ഇടയായി. ഇത് ഗൾഫ് റീജിയനിലേക്കൊക്കെ പടരുകയും രൂപതാ തലത്തിലും മറ്റ് തലങ്ങളിലൊക്കെ പ്രോഗ്രാംസ് അതിനെ ബേസ് ചെയ്തിട്ട് കടന്നു വരാൻ തുടങ്ങി. ഇത് യുവജനങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്, അവരെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇനിഷ്യലി തുടങ്ങിയത് യുവജനങ്ങൾ ഒരു മേജർ പോർഷനായിട്ടായിരുന്നില്ല. ഉം, ഉം, ഉം. പീറ്റർ ചേരാനെല്ലൂരും അതുപോലെ രായ്ച്ചാനും ഞങ്ങളും ഒക്കെ ഒരുമിച്ച് ഈ മിഷനോട് ചേർന്ന് പോകുമ്പോൾ അന്ന് അഡൾട്ട് റിട്രീറ്റ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഓക്കേ. കാരണം ലോകത്ത് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണല്ലോ, അപ്പുറമാണ്. ഓംനീസിയന്റ് എന്ന് പറയും, Yes. എല്ലാം അറിയുന്ന ഒരു ദൈവം. ഓംനിപൊട്ടന്റ്, Amen. സർവശക്തരായ ദൈവം. ആമേൻ. ഓംനീസിയൻ, എല്ലാം കാണാനും കേൾക്കാനും നമ്മുടെ എല്ലാ കണ്ണിന്റെ ഒരു ഇമ പോലും അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു തിരിച്ചറിവ്. എല്ലാത്തിനു മേലും അധികാരമുള്ളവൻ. അതെ, പവർഫുൾ, ഓൾ Amen. പവർഫുൾ. ആമേൻ. അപ്പൊ ഈ ഒരു ദൈവം ലോകത്തിൽ എത്തണമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ക്രൈസ്റ്റ് കൾച്ചർ മിഷൻ ഇത് ഇറങ്ങി പുറപ്പെടുക. ആമേൻ. പിന്നീട് അത് രണ്ട് രീതിയിലാണ് പ്രവർത്തിച്ചു തുടങ്ങിയത്. ഒന്നൊരു മാസ് ഇവാഞ്ചലൈസേഷൻ, ക്രൗഡ്, ജനത്തിന്റെ നടുവിൽ ഇടവക, രൂപത, വലിയ വലിയ പ്രോഗ്രാമാണ്. പിന്നീട് അത് ഇൻഡിവിജ്വൽ മിഷൻസ് വന്നു. ഉം, ഉം, ഉം. കാരണം കൂടുതൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇവാഞ്ചലൈസേഷനിൽ ദൈവം കൂടുതൽ നയിച്ചത് ഒരു പ്രൊഫറ്റിക് ലെവൽ ഓഫ് അനോയിന്റിങ് ആയിരുന്നു. അതെ അതെ. ഉം, ഉം. അപ്പൊ ഇത് രണ്ടുകൂടെ ബ്ലെൻഡ് ചെയ്തപ്പോൾ നമ്മൾ ബ്ലൈൻഡ് ആയിരുന്നു. അങ്ങനെ അങ്ങ് പോയ സമയത്താണ് ഇത് പിന്നീട് ഒരു യൂത്തിലേക്ക് ഒരു എൻകൗണ്ടർ ചില കുട്ടികളിലേക്ക് വരികയും അത് യൂത്ത് മിഷനായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ചിന്തിപ്പിക്കാൻ, യൂത്തിന്റെ ഒരു വിഭാഗമായി ചിന്തിപ്പിക്കാൻ അതിന് പ്രത്യേക കാരണങ്ങൾ വല്ലതും ഉണ്ടോ? കഴിഞ്ഞ നവംബർ 15 ഈ 2022 വേൾഡിൽ ഒരു സർവേ വന്നു. ഈ സർവേ പ്രകാരം യുണൈറ്റഡ് നേഷൻസ് വേൾഡിന്റെ പോപ്പുലേഷൻ അവർ ടോട്ടലി കൗണ്ട് ചെയ്തു. ഇന്ന് 8 ബില്യൺ 800 കോടി ജനം ലോകത്തുണ്ട്. ഉം, ഉം. ഇതിൽ നമ്പർ 1 കൺട്രി എന്ന് പറയുക ചൈനയാണ്. ഉവ്വ. ഇപ്പോഴും 145 കോടി ജനമുണ്ട് അവിടെ. ഓ. ഇന്ത്യ നമ്പർ 2 ആണ്, 141 കോടിയുമായിട്ട് ഈ ബാക്ക് ടു ബാക്ക് നിൽക്കുക. നിക്ക. മൂന്നാമത് വരിക USA ആണ്, അമേരിക്കയാണ്. പിന്നീട് ഇന്തോനേഷ്യയും പാകിസ്ഥാനും. അങ്ങനെ 5 രാജ്യങ്ങളാണ് ലോകത്തിൽ ഈ പോപ്പുലേഷൻ ബേസിൽ നമ്പർ 1 എന്ന് പറയുക. ഉം. പക്ഷേ ബൈജി ശ്രദ്ധിക്കുക, ഇനി വരുന്ന കാലഘട്ടം എടുത്താൽ റീസെന്റ് സർവേ പറയുക 2025-26 കൂടി വേൾഡിലെ നമ്പർ 1 പോപ്പുലേഷൻ ഇന്ത്യയായി മാറും. നമ്പർ 1 കൺട്രി Oh, yes. പോപ്പുലേഷൻ ബേസിൽ. ഓക്കെ. എന്നാൽ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, വേൾഡിന്റെ യൂത്ത് പോപ്പുലേഷൻ എടുത്താൽ 2025-26 കാലഘട്ടങ്ങളോടുകൂടി ഇന്ത്യ എന്ന് പറയുന്ന വേൾഡ്സ് യങ്ങസ്റ്റ് നേഷൻ ആകും. ഓ. എന്ന് വെച്ചാൽ അണ്ടർ 30 ഉള്ള കുട്ടികൾ എടുത്താൽ അല്ലെങ്കിൽ ജനം എടുത്താൽ 33% ആളുകളും ഇന്ത്യയിലായിരിക്കും വരിക. ഓഹോ. അപ്പം ഇതിനെ ബീറ്റ് ചെയ്യാൻ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ ഒന്നും സാധ്യതയില്ല. ഈ ഒരു കോവിഡിന്റെ പാൻഡമിക് സിറ്റുവേഷൻ വന്നില്ലായിരുന്നു എങ്കിൽ 2025 ഇന്നത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഏറ്റവും വലിയ പവർ. ഉം, ഉം. Yes. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് നിത്യതയിലേക്ക് മാറ്റപ്പെട്ട നമ്മുടെ പോപ്പ് ബെനഡിക്ട് Benedict. 16 പറയുന്നു, യൗവനങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷത്തിന് Yes. ഒരു മുഖമുണ്ട്, Yes. അത് നസ്രാനായ യേശുക്രിസ്തു എന്നാണ് പറയുക. ആമേൻ. ഇത് ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. ശരിക്കും ഇനിയുള്ള കാലം
സഭയുടെ മുഖം, ലോകത്തിന്റെ മുഖം യൗവനങ്ങളാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എൻ്റെ രാജു ബ്രദറെ, ടഫസ്റ്റ് പ്ലേസ് ആണിത്. ഇനിയുള്ളത് ഇനിയാണ് ഇനിയുള്ള കാലം യൂത്ത്, യൗവനങ്ങള് വളരെ പതറ്റിക് സിറ്റുവേഷനാണ് കടന്നു പോവുക. അല്ല, അതിന്റെ ഒരു ഇന്ന് തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ കേരളത്തിലും അത് വളരെ വ്യാപകമായി വേഴ്സ് തുടങ്ങി. ഇന്ത്യയിലും ആയിട്ടുണ്ട് അതിന്റെ യൂത്തുകൾ. നിങ്ങളും മാതാപിതാക്കന്മാരാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ക്രൈസ്റ്റ് കൾച്ചർ മിഷനെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾ റെഗുലർലി നമ്മൾ ഒരു നോർമൽ വചനപ്രഘോഷണം പോലെ പോയാൽ ഈ കുട്ടികളെ നേടിയെടുക്കാനാവില്ല. നമുക്ക് സ്റ്റേജിൽ ഇവരെ വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾക്കൊരു മാനന്തവാടി രൂപതയുടെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഒരു 3000 തൊട്ട് 3500 കുട്ടികൾ. ഉവ്വ. ഒരു വലിയ ഓഡിറ്റോറിയമിൽ അവർ ഒരുമിച്ച് കൂടാൻ സാധ്യതയില്ലാത്തതിനാൽ ഒരു വലിയ ഗ്രൗണ്ടിൽ മാനന്തവാടി രൂപത ഈ പ്രോഗ്രാം അസൈൻ ചെയ്തു. ഒരു 4 വർഷങ്ങളായി. എബോവ് എന്ന് പറയുന്ന പ്രോഗ്രാം കുട്ടികളെ ഒരുമിച്ച് ഒരിടത്തേക്ക് കയറ്റുന്നു, ഗേറ്റ് ക്ലോസ് ചെയ്തു. ഹോൾ രൂപതയുടെ എല്ലാ പ്രീസ്റ്റുമാരും സ്റ്റേജിലേക്ക് വരുന്നു. പക്ഷേ അവരെ സ്റ്റേജിലെത്താതെ അവിടെ ഇവിടെയും മാറി നിന്ന് ഈ കുട്ടികളെ നമ്മളെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ കണ്ണീര്, കരച്ചില്, പ്രോബ്ലംസ്, ഇഷ്യൂസ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഈ കുട്ടികളുടെ ഒരു യാത്ര. ഇതൊരു ഗ്ലോബൽ ഫിനോമിന. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഒരു കാലഘട്ടത്തിൽ ജസ്റ്റ് കുഞ്ഞുങ്ങൾ പഠിക്കാത്തതോ അതുമല്ലെങ്കിൽ വീട്ടിൽ അപ്പനും അമ്മയും പറയുന്നത് കേൾക്കാത്തതോ ഇതൊന്നുമല്ല ഇന്നത്തെ ഒരു ഇഷ്യൂ. അതല്ല, നമ്മൾ അഡ്രസ് ചെയ്യണം. ഇപ്പൊ ഹാർട്ട് ഓഫ് ഹെവൻ പോലുള്ള ഒരു പ്രോഗ്രാം, പ്രത്യേകിച്ച് ഈ അജി വർക്കല ബ്രദർ ഇങ്ങനൊരു പ്രോഗ്രാമിനെ പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് എന്നെ വിളിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തീം പോയിന്റ് തന്നെ ഇതാണ് എന്നൊരു ബോധ്യം വന്നതോടുകൂടി നമുക്ക് മനസ്സിലായി നമ്മളുടെ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ സർവീസ് ആകും. ഇത് നിരവധി പേരൻസിന്, നിരവധി കുടുംബങ്ങൾക്ക് ഇത് അനുഗ്രഹമാകണം. നമ്മൾ ഫോക്കസ് നമ്മൾ കുറച്ചുകൂടെ ദൈവത്തോടൊപ്പം, ഇന്ന് സഭയുടെ ഫോക്കസ്, നമ്മുടെ ലോകത്തിന്റെ കണ്ണുകൾ, ഇന്ത്യയുടെ കണ്ണുകൾ രാജാ ഇതിലേക്ക് മാറ്റുവാണെങ്കിൽ നമ്മൾ സോ വണ്ടർഫുൾ ആകും. ഉറപ്പായും നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഇപ്പോ ബ്രദർ പറഞ്ഞു യൂത്തിന്റെ പ്രോബ്ലംസ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ അവര് നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ലോകം ആഗ്രഹിക്കുന്ന പ്രോബ്ലം എന്ന് പറയുക യൂത്ത് എന്ന് നമ്മൾ കാണുമ്പോൾ, നമ്മുടെ വീട്ടിൽ നമ്മൾ കാണുന്ന കുട്ടികളെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇതൊക്കെയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ആദ്യ ഇഷ്യൂ എന്ന് പറയുക ഇവർ ഫേസ് ചെയ്യുന്നത് ഐഡന്റിറ്റി ക്രൈസിസാണ്. പണ്ട് നമ്മൾ മാവിൽ കയറും, മാങ്ങാ പറിക്കും, നമ്മൾ ഫുഡ്, ഈ നാടൻ ഫുഡ് ഐറ്റംസ് ഒക്കെയായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കാലം മാറി, എല്ലാം യൂബറിന്റെയും യൂബർ ഹെയ്റ്റ്സിന്റെയും അങ്ങനെ ഫുഡൊക്കെ അവര് ആഗ്രഹിക്കുന്ന രീതിയിലാണ് വരിക. അപ്പൊ ഇവിടെ ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ക്രൈസിസ് ആരാച്ച. ഒരു കുട്ടി വന്നാൽ നമ്മൾ അറിയാതെ ഇങ്ങനെ നോക്കിയിട്ട് ബൈജി നമ്മൾ പറയുകയാണ്, അതിന് വലിയ പ്രവചനത്തിന്റെയോ വലിയ ഒരു ഒന്നിന്റെ ആവശ്യമില്ല. നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, എടാ മോനെ നിനക്ക് എന്തു പറ്റിയടാ? സെക്കൻഡുകൾക്കുള്ളില് കഠിനമായ ഹൃദയമുള്ള ഈ കുട്ടി കരയാൻ തുടങ്ങും. ഉറപ്പായിട്ടും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവര് ഫേസ് ചെയ്യുന്ന ആദ്യ ഇഷ്യൂ എന്ന് പറയുക തന്നെ ഇവരുടെ ഒരു ഐഡന്റിറ്റി പ്രോബ്ലമാണ്. ഈ അവര് ശരിക്കും എന്താണ് ഏതാണെന്ന് പോലും അറിയുന്നില്ല. നമ്മൾ ഇന്ന് പലപ്പോഴും വലിയ ഇഷ്യൂ ആയിട്ടൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ആണും തമ്മിലുള്ള പ്രോബ്ലം, പെണ്ണും പെൺകുട്ടികളും തമ്മിലുള്ള പ്രോബ്ലം, ബിബ്ലിക്കൽ ആസ്പെക്റ്റിൽ ഈ സെയിം സെക്സ് എന്നൊക്കെ പറയുന്ന ഒരു ഇഷ്യൂ, LGBTQ എന്നൊക്കെ പറഞ്ഞ അതിനെ വളരെ സെക്കുലറായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് മഴവില്ലിന്റെയും പല കളറുകളുടെ പേര് കൊടുത്ത് ലോകം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വലിയ ഇഷ്യൂ ആയിട്ട് കാണുക. പക്ഷെ ഇന്നൊരു ആൺകുട്ടിക്ക് എല്ലാവരുടെയും കാര്യം അല്ലെങ്കിൽ പോലും അവൻ ആൺകുട്ടിയാണോ എന്ന് പലപ്പോഴും അവന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഐഡന്റിറ്റി ക്രൈസിസ് പെൺകുട്ടിക്ക് അറിയത്തില്ല. അത് ഇന്ത്യ ഇതിനെ ഇപ്പോൾ കുറച്ച് പുറകിലാണെങ്കിലും ഇത് പടർന്ന് ഇങ്ങനെ പന്തലിച്ചുകൊണ്ടിരിക്കുക. റജി ബ്രദറെ, ഞാൻ അതിനോടൊപ്പം ചേർത്ത് വെക്കുകയാണ്, ഈ ഇപ്പം ഇങ്ങനൊരു ഇഷ്യൂ അവരുടെ
ഇതെന്താണ് അങ്ങനെ ഒരു പ്രോബ്ലം ഉത്ഭവിക്കാൻ, അതിൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഭവനത്തിൽ നിന്ന് പാരൻസിൽ നിന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ആ, കാര്യങ്ങൾ കൊണ്ടാണോ അവരങ്ങനെ മാറി ചിന്തിക്കാൻ പോരായ്മകൾ കൊണ്ടാണോ? കാരണം? അങ്ങനെ വല്ല അതിനെക്കുറിച്ചൊന്ന് പറയാമോ ബ്രദറിന്? ഈ വേൾഡിൻ്റെ ഇന്നത്തെ ഒരു കാലഘട്ടം മുഴുവൻ പറയുക നമ്മുടെ ലൈഫ് ചേഞ്ച് ആയെന്നാ പറയുക. ഉം, ഉം. യുണൈറ്റഡ് നേഷൻസ്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഓ ILO എന്ന് പറയുന്ന ഓർഗനൈസേഷനൊക്കെ പഠനങ്ങൾ പലതും കണ്ടക്ട് ചെയ്തു തുടങ്ങി. ഉം, ഉം. അപ്പം അവര് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം, സർവേയിലൂടെ അവർ ഫൈൻഡ് ഔട്ട് ചെയ്തത് വേൾഡ് ഡിപ്രസ്ഡ് ആണെന്നാണ്. ഓഹോ. കാരണം 40% ആളുകൾ ഉള്ളിൽ അത് പ്രായഭേദമന്യേ ഡൗണാ. ഉം. രണ്ടാമത് അവരെ ഈ ആകുലതയാ, ആൻസൈറ്റി, ഉം. ഇത് രണ്ട് ഇഷ്യൂവും ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് വേൾഡ് ഇന്ന് പറയുക, ലോകം ശ്രദ്ധിച്ചിട്ടില്ലേ, ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു, മൃഗങ്ങളെയും സൃഷ്ടിച്ചു. ഉം. ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുക അവന്റെ മുഖത്തേക്ക് നോക്കണമെന്ന്. അതെ. പക്ഷെ രാഴ്ച നമ്മള് ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഒരു കണ്ണുകളും ഉയർത്തിയല്ല നോക്കുക, എല്ലാം താഴേക്കാ. ശ്രദ്ധിച്ചില്ല നമ്മുടെ മൊബൈല്? ചൈനയിലൊക്കെ എത്ര പേരാണെന്നറിയോ ഡെയിലി ആക്സിഡന്റിൽ മരിക്കുക, ഈ മൊബൈലിലൂടെ മൊബൈല് കണ്ടു വോക്ക് ചെയ്ത് Walk ചെയ്ത്. പോകും. പിന്നെ ഒരു സ്പെസിഫിക് സ്കൂട്ടറിലൂടെ, ഇലക്ട്രിക് സ്കൂട്ടറിലൂടെ അവർ പോകും. ഇതോടുകൂടി ഇവർക്ക് ആക്സിഡന്റും മരണവും കടന്നു വരികയാണ്. ഉം, ഉം. നമ്മുടെ കുഞ്ഞുങ്ങളും ഇന്ന് കൂടുതലും ഗാഡ്ജറ്റ്സ് അഡിക്ഷനിലേക്ക് പോയി. തീർച്ചയായിട്ടും. അതുകൊണ്ട് അതോടൊപ്പം മാസ്ക് വന്നു. ഉം, ഉം. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴ് നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും മുഖമില്ല. നമുക്ക് കരയാം പക്ഷെ അറിയത്തില്ല, ചിരിക്കാം അറിയത്തില്ല, ഇമോഷൻ ഒന്നും പുറത്ത് കാണത്തില്ല, കാണിക്കാൻ പറ്റും. നമുക്ക് അറിയത്തില്ല. ഉം, ഉം, ഉം. രാഴ്ചന് എന്താ നീടെന്ന് ഒരു മാസ്കിൽ അറിയത്തില്ല. അതെ. അതുകൊണ്ട് ഇന്ന് ഈ ബിബ്ലിക്കൽ ആസ്പെക്റ്റിൽ വളരെ ശക്തമായി പറയുന്ന ഒരു പോയിന്റ് എന്ന് ഇതാണ് പറയുക. സെന്റ് പോൾ ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തു, ഉം, ഉം. അതിന് പറയുക ഡെമാസ്കസ് എന്ന. ഡമാസ്കസ്. ഡമാസ്കസ്. അതുകൊണ്ട് ഈ സ്കോളേഴ്സ് പറയുക നമ്മൾക്കിപ്പോൾ വേണ്ടത് ഒരു ഡെമാസ്കസ് ഫിനോമിന ഓ, yes. എന്ന് വെച്ചാൽ ഡി മാസ്ക് അസ്, ഡെമാസ്കസ്. ഡമാസ്കസ്. നമുക്ക് മുഖം മാറണം മാറണം, നമ്മുടെ മുഖം മാറണം. എന്ന് വെച്ചാൽ നമ്മുടെ അകം മാറണം. പുറത്തു വരണം. അതെ അതെ. ഉം, ഉം. ഈ ഹൃദയത്തിന്റെ കണ്ണാടിയാണല്ലോ മുഖം. മുഖം. അപ്പൊ ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല, നമ്മളെല്ലാം ഡൗണാ. ശ്രദ്ധിച്ചിട്ടില്ലേ ഈ ഒരു റീസൺലി രാജാനൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തീർച്ചയായിട്ടും. പിന്നെ എല്ലാവർക്കും ഒരു മരവിപ്പ്. അതെ അതെ. ലൈഫ് സ്റ്റൈലിന്റെ ഒരു വ്യത്യാസം ആ. ഇപ്പോഴത്തെ. ഇപ്പം ബ്രദർ കുറച്ച് മുമ്പ് പറഞ്ഞു, പണ്ട് കാലങ്ങളിൽ പേരയ്ക്ക പറിക്കാൻ പേരെ കയറി പേരയ്ക്ക പറിച്ചു വരും, ചക്ക ഇട്ടുകൊണ്ട് വരും, എല്ലാവരും വീട്ടുകാരെല്ലാവരും ഇരുന്ന് കഴിക്കും, സഹോദരങ്ങളും എല്ലാം. ഇന്ന് ആ സ്റ്റൈലുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ? അല്ല, ഇന്ന് ഫിസിക്കലി ഉള്ള ആക്ടിവിറ്റീസ് കുറവാണ്. ഇപ്പം റജി ബ്രദർ പറഞ്ഞ പോലെ അധികം മൊബൈല്, ടാബ്, ഇതിലൊക്കെയാണ് കൂടുതൽ മീഡിയ ഉം. ഏറെക്കുറെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇൻഫ്ലുവൻസ് Influence ചെയ്യും. ഇതിന്റെ മേൽ. അത് ശരിയാണോ? ആണ്, പക്ഷെ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇനി ഒരു പ്രോബ്ലം നമ്മളിപ്പോൾ പറയുകയാണ്, നമ്മുടെ നാടൻ നേച്ചർ, ഉവ്വ. നമ്മളുടെ ഇതെല്ലാം ഒന്ന് അതുമായിട്ട് ഇവർ ബ്ലെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവർക്ക് ഇതിനോട് ഒരു താല്പര്യം വരാത്തതെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല ഇതിൻ്റെ ഒരു ഇഷ്യൂ. ഉം, ഉം. ഇനി ഇവരെ പേരയ്ക്ക പറിച്ചാലും ഇവർ മാങ്ങ പറിച്ചാലും ഇവർ ചക്ക തിന്നാലും ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ അതല്ല ഇവിടെ ഇഷ്യൂ. ഇന്ന് ലോകത്തിൻ്റെ ഫേസ് ചേഞ്ചായി. മാറി. നമ്മുടെ പേരൻറ്റിങ് ഉം, ഉം, ഉം. യഥാർത്ഥ പ്രോബ്ലം യൗവനങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്നില്ല, മനസ്സിലാക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നില്ല. പാരൻസ്. നമ്മുടെ പേരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡഡ് ആണ്, പ്രൊവിഷനാ ചെയ്യുന്നത്. ഉം, ഉം. അവർക്ക് സ്കൂൾ ഫീ, അഡ്മിഷൻ, ഫുഡ്, പിന്നെ ഡ്രസ്സസ്, ഇതെല്ലാം പ്രൊവിഷൻ കൊടുക്കുന്നതോടുകൂടി നമ്മൾ വിചാരിക്കും ഇനി എന്തിൻ്റെ കുറവാണ്. കുറവാണ്. ഉം, ഉം, ഉം. പക്ഷേ നിങ്ങൾക്കറിയാലോ നമ്മൾ മിസ്സിങ് എവിടെ ഹൃദയത്തിൽ. ഇവരെ നമുക്ക് ഒന്ന് ചേർത്തു പിടിക്കാൻ പറ്റണില്ല. അവരാഗ്രഹിക്കുന്നത് ഇതുമല്ല. ശരിയാണ്, കുറച്ച് കുട്ടികളുടെ ലൈഫിൽ വേറെ എക്സ്പീരിയൻസസ് ഒക്കെ വരാറുണ്ട്, എങ്കിൽ പോലും ഇവർക്കെല്ലാം ഒരു ശൂന്യതയാണ്.
നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട്. Yeah. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പോ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഹാർട്ട് ഓഫ് ഹെവനിൽ നന്ദി, നന്ദി, നമസ്കാരം. നമസ്കാരം.